യുദ്ധഭീതിയിലാണ് പശ്ചിമേഷ്യ. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇറാനെതിരായ ഇസ്രായേൽ യുഎസിന്റെ സംയുക്ത ആക്രമണത്തിൽ ഗൾഫ് മേഖലയിൽ ആകെ ആശങ്ക പടരുകയാണ്. യുഎസിന്റെ വ്യോമതാവളങ്ങൾക്ക്, സൈനിക താവളങ്ങൾക്ക് നേരെ ആക്രമണം ശക്തമാക്കുമ്പോഴും അതിപ്പോൾ അത് മാറി ബഹ്റൈനിലെ അപ്പാർട്ട്മെന്റുകളിലടക്കം ഉണ്ടാകുന്നു എന്നതാണ് ഏറ്റവും കൂടുതൽ ആശങ്ക ഉണ്ടാക്കുന്ന കാര്യം. നേരത്തെ പറഞ്ഞതുപോലെ ബഹ്റൈനിലെ അപ്പാർട്ട്മെന്റുകളിൽ ഡ്രോൺ ആക്രമണം, ഹൂറയിലെ ഇറ ടവറിലാണ് ആക്രമണം നടക്കുന്നത്. ആളുകളെ ഒഴിപ്പിക്കുന്നു. ഒപ്പം തന്നെ ബഹ്റൈനിലെ ഹൂറയിലെ റെസിഡൻഷ്യൽ കെട്ടിടത്തിലും ആക്രമണമുണ്ട് എന്നുള്ള ഏറ്റവും പുതിയ വിവരങ്ങൾ ലഭിക്കുകയാണ്. ആശങ്കയിലാണ് ജനങ്ങളുള്ളത്. അവരെ മാറ്റിപ്പാർപ്പിക്കുന്ന നടപടികളിലടക്കം കടക്കുകയാണ്. നേരത്തെ മിസൈൽ ആക്രമണം മാത്രമാണ് നടന്നതെങ്കിൽ ഇപ്പോൾ അത് ഡ്രോൺ ആക്രമണത്തിലേക്ക് മാറിയിരിക്കുന്നു. കാര്യങ്ങൾ കൈവിട്ടു പോകുകയാണോ എന്നുള്ള ഒരു ആശങ്ക അവിടുത്തെ ആൾക്കാർക്ക് ഉണ്ട് എന്നത് വ്യക്തമാണ്. നേരത്തെ നമ്മുടെ റിപ്പോർട്ടർ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതുവരെ ഉണ്ടായിരുന്ന ആക്രമണം മിസൈൽ ആക്രമണം മാത്രമായിരുന്നു. പക്ഷെ അത് വളരെ പെട്ടെന്നാണ് അത് ആളുകൾക്കിടയിലേക്ക്, ആളുകളുടെ താമസ കെട്ടിടത്തിലേക്ക് അത് മാറിയത്. ഇത് വളരെയധികം ആശങ്ക ഉണ്ടാക്കുന്നു എന്നാണ് നമ്മുടെ റിപ്പോർട്ടർമാരടക്കം പറയുന്നത്. ഏതായാലും ഗൾഫ് രാജ്യങ്ങളിലെ US സൈനിക കേന്ദ്രങ്ങളാണ് ലക്ഷ്യമിടുന്നത് ഇറാൻ എന്ന് പറയുമ്പോഴും ആക്രമണം ശക്തമാക്കുകയാണ്. ഇറാന്റെ ഒരു നിലപാട് എങ്ങനെയാണ് എന്ന് നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട്. അഫ്താർ റഹ്മാൻ ചേരുന്നുണ്ട് വിശദാംശങ്ങൾ നൽകാൻ. അഫ്താബ്, ഏറ്റവും ഒടുവിലത്തെ ഒരു നീക്കം അല്ലെങ്കിൽ പ്രതിരോധം എന്ന് പറയുന്നതായിരിക്കാം ഒരുപക്ഷെ ഇറാന്റെ ഹോർമുസ് കടലിടുക്ക് അടയ്ക്കുക എന്ന് പറയുന്നത്. പക്ഷെ ആ ഒരു രീതിയിലേക്ക് ഇറാൻ എത്തിയിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. തിരിച്ചടി തുടരും, ഒരടി പിന്നോട്ടില്ല എന്നുള്ള നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണോ ഇറാൻ? എന്താണ് അവരുടെ നിലപാട്? ജീന, അല്പം മുമ്പാണ് ലോകത്തെ വിവിധ ഷിപ്പിംഗ് ലൈനുകൾക്ക് സ്ട്രൈറ്റ് ഓഫ് ഹോർമൂസ് എന്നറിയപ്പെടുന്ന ഹോർമൂസ് കടലിടുക്ക് അടക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള അറിയിപ്പുകൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിലൊരു ഔദ്യോഗിക സ്ഥിരീകരണം നടത്തേണ്ടത് ഇറാൻ തന്നെയാണ്. എന്നാൽ ഇറാന്റെ ഒരു ഔദ്യോഗികമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഒഫീഷ്യൽ സ്ഥിരീകരണം ഇതുവരെ വന്നിട്ടില്ല. പക്ഷെ അത് വരുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുവാനും കഴിയില്ല. കാരണം നിലവിലെ സാഹചര്യത്തിൽ ഇസ്രായേലിന്റെയും US-ന്റെയും ആക്രമണം നടന്ന ശേഷം അവിടെയുള്ള വാർത്താവിനിമയ സംവിധാനങ്ങൾക്ക് അടക്കം അത് ഹാക്ക് ചെയ്ത ഒരു നിലയിലാണ്. അതുകൊണ്ട് പെട്ടെന്നൊരു മറുപടി അതുമായി ബന്ധപ്പെട്ട് നമുക്ക് ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുക വയ്യ. എന്നാൽ ഈ മേഖലയിലുള്ള മറൈൻ ട്രാഫിക് എന്ന് നിരീക്ഷിക്കുന്ന സമയത്ത് ഇതുവഴിയുള്ള കപ്പൽ ഗതാഗതം, അതോടൊപ്പം തന്നെ ചരക്കു നീക്കങ്ങൾ എല്ലാം തന്നെ കുറഞ്ഞതായി കാണാം. മാത്രവുമല്ല, വിവിധ അന്താരാഷ്ട്ര ഷിപ്പിംഗ് ലൈനുകൾ ഇക്കാര്യം സ്ഥിരീകരിക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ ഈ ഭാഗത്ത് കപ്പലുകൾ എത്തുന്ന സമയത്ത് ഇറാൻ റവല്യൂഷണറി ഗാർഡ്, അതായത് ഇറാനിലെ വിപ്ലവ സേന അവിടെയുള്ള കപ്പലുകൾക്ക് റെഡ് സിഗ്നൽ നൽകിക്കൊണ്ട് ഇതുവഴി പ്രവേശിക്കരുതെന്നുള്ള ഒരു സിഗ്നൽ നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ സൂചന ഒരു പക്ഷേ ഇത് മലയാളികളെ അടക്കം നേരിട്ട് ബാധിക്കാൻ പോകുന്ന സ്ഥിതിവിശേഷത്തിലേക്കാണ് കാര്യങ്ങൾ എത്താൻ പോകുന്നത്. കാരണം ഇറാന്റെ കയ്യിലുള്ള ഒടുവിലത്തെ തുറുപ്പ് ചീട്ടാണ് സ്ട്രൈറ്റ് ഓഫ് ഹോർമൂസ്. അതിന്റെ ചരിത്രം പരിശോധിക്കുന്ന 1980, 88, ഏറ്റവും ഒടുവിൽ 2010, 2019 ഈ വർഷങ്ങളെല്ലാം നടന്ന കപ്പൽ ആക്രമണ സമയങ്ങളിൽ അത് ആഗോള വ്യാപാരത്തിനെ ബാധിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. പ്രത്യേകിച്ചും സ്ട്രൈറ്റ് ഓഫ് ഹോർമൂസിനെ മനസ്സിലാക്കേണ്ടത് ഗൾഫ് മേഖലയുടെ ജീവനാഡി എന്ന് വേണമെങ്കിൽ നമുക്ക് സ്ട്രൈറ്റ് ഓഫ് ഹോർമൂസ് എന്ന് വിളിക്കാം. 39 കിലോമീറ്റർ നീളവും 33 കിലോമീറ്റർ വീതിയും മാത്രമുള്ള ഈ കടലിടുക്ക് വഴിയാണ് UAE, സൗദി അറേബ്യ, ഒമാൻ, കുവൈത്ത് ഉൾപ്പെടെയുള്ള പ്രധാന രാജ്യങ്ങളുടെ ചരക്കു നീക്കങ്ങൾ നടക്കുന്നത്. എന്ന് മാത്രമല്ല, ട്രാൻസിറ്റായി നടക്കുന്ന, അതായത് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും UAE-യിലേക്കും മറ്റും ചരക്കുകൾ എത്തിച്ച് അത് പിന്നീട് യൂറോപ്പ് ഉൾപ്പെടെ വിവിധ ഭാഗങ്ങളിലേക്ക് പോകുന്നത് ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട ചരക്കുപാതയാണ്. അതിനെല്ലാം പുറമെ ലോകത്തിന്റെ 25% ക്രൂഡ് ഓയിൽ കടന്നു പോകുന്ന മേഖല, അതോടൊപ്പം തന്നെ ലോകത്തിന്റെ 1/3 ദ്രവീകൃത പെട്രോളിയം അല്ലെങ്കിൽ ദ്രവീകൃത പ്രകൃതിവാതകം കടന്നു പോകുന്ന മേഖല. ഇതെല്ലാം ലോകത്തേക്ക് എത്തുന്നത് ഈ ഗൾഫ് രാജ്യങ്ങളിൽ നിന്നാണ്. ഇത് അടയുക എന്ന് വെച്ചാൽ അതിനർത്ഥം വരും മണിക്കൂറുകളിൽ, വരും ദിനങ്ങളിൽ അതിന്റെ പ്രത്യാഘാതം ലോക വിപണിയിൽ ഉണ്ടാകും. സ്വാഭാവികമായിട്ടും ലോക രാജ്യങ്ങൾക്ക് ഇടപെടേണ്ടി വരുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. ഇറാനെ സംബന്ധിച്ചിടത്തോളം അവരുടെ വിദേശകാര്യമന്ത്രി ഇന്ന് വൈകിട്ട് പറഞ്ഞ കാര്യം, ഞങ്ങൾക്ക് നേരിട്ട് US-ലെത്തി ആക്രമണം നടത്തുവാൻ മാത്രമുള്ള ശേഷി ഞങ്ങളുടെ മിസൈലുകൾക്ക് ഇല്ല. ഞങ്ങൾക്ക് എത്താവുന്ന ശേഷിയുള്ള സ്ഥലങ്ങൾ എന്ന് പറയുന്നത് ഇസ്രായേലിന്റെയും US-ന്റെയും താല്പര്യങ്ങളുള്ള ഈ മേഖലയിലെ താവളങ്ങൾ മാത്രമാണ്. അത് ആക്രമിക്കുന്നത് തുടരും, അല്ലെങ്കിൽ ഞങ്ങൾക്ക് നേരെയുള്ള ആക്രമണം അവസാനിപ്പിക്കണമെന്നതാണ് ഇറാൻ അല്പം മുമ്പ് അവരുടെ വിദേശകാര്യമന്ത്രിയിലൂടെ പ്രസ്താവനയായി പുറത്തിറക്കിയിരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇറാന്റെ പരമോന്നത നേതൃത്വത്തിൽ ഉൾപ്പെടെ ഏതെല്ലാം തരത്തിലുള്ള ഈ ആക്രമണത്തിൽ ഏതെല്ലാം തരത്തിൽ അവർക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ള സംശയങ്ങളും ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകളിലുണ്ട്. കാരണം അത്രയൊന്നും പ്രത്യാഘാതങ്ങൾ ഉണ്ടാകാതെ ഇറാൻ ഇത്തരമൊരു നടപടിയിലേക്ക് കടക്കുമോ എന്നുള്ള സംശയങ്ങളും നിലനിൽക്കുന്നു. ഏതായിരുന്നാലും ഗൾഫ് മേഖലയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ആശങ്കപ്പെടേണ്ട സാഹചര്യമായിരിക്കും
സ്ട്രൈറ്റ് ഓഫ് ഹോർമൂസ് അടച്ചാൽ ഉണ്ടാവുക. നിലവിൽ തന്നെ വിമാനത്താവള സർവീസുകളടക്കം താറുമാറായ സ്ഥിതിയുണ്ട്. ഇതിന് പുറമെ ഇതിലെ ചരക്കു നീക്കങ്ങളെ ബാധിച്ചു കഴിഞ്ഞാൽ ഇവിടെയുള്ള ലക്ഷോപലക്ഷം വരുന്ന മലയാളി സമൂഹത്തെ, ഇന്ത്യൻ സമൂഹത്തെ, ബിസിനസ് സമൂഹത്തെ അത് നേരിട്ട് ബാധിക്കുന്ന സ്ഥിതിയിലേക്ക് വരും. അതുകൊണ്ട് തന്നെ ഗൾഫ് രാജ്യങ്ങൾ ഒരു പക്ഷേ ഇനി ഇറാനെതിരെ ഏകോപിപ്പിച്ചുകൊണ്ട് ഒരു ആക്രമണത്തിലേക്ക് തിരിച്ചടിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് പോയി കഴിഞ്ഞാൽ കൈവിട്ടു പോകുന്നതാകും സ്ഥിതി. അതുകൊണ്ട് ഒരു പക്ഷേ ഡിപ്ലോമാറ്റിക് തലത്തിൽ, നയതന്ത്ര തലത്തിൽ ഏറ്റവും പ്രശ്നപരിഹാരത്തിലേക്ക് പോകുന്ന തരത്തിൽ കാര്യങ്ങൾ നീക്കുകയാകും ഗൾഫ് രാജ്യങ്ങൾ ചെയ്യുക എന്നതാണ് നമ്മൾ ഈ സമയം മനസ്സിലാക്കേണ്ടത്. അല്ലാത്തിടത്തോളം ഈ യുദ്ധം സുദീർഘമായി പോകുന്ന ഒരു ഘട്ടത്തിലേക്ക് ഗൾഫ് രാജ്യങ്ങൾ ഇടപെടുമെന്ന് ഇപ്പോൾ നമുക്ക് പ്രതീക്ഷിക്കാൻ വയ്യ. അങ്ങനെ പോയി കഴിഞ്ഞാൽ അത് ബാധിക്കാൻ പോകുന്നത് ഗൾഫ് രാജ്യങ്ങളെ തന്നെയായിരിക്കും. അത് നന്നായി ഇറാനും അറിയാം എന്നുള്ളതാണ് ഈ യുദ്ധതന്ത്രത്തിന്റെയും പ്രത്യേകത. കാരണം ഗൾഫ് രാഷ്ട്രങ്ങളുടെ ഈ മേഖലയിലെ താല്പര്യം എന്ന് പറയുന്നത് അത് യുഎസിന്റെ കൂടി താല്പര്യമാണ്. ഈ മേഖലയിൽ യുഎസുമായി മികച്ച ബന്ധമുള്ള രാജ്യങ്ങളാണുള്ളത്. കാരണം ഇവരുടെ സമ്പദ് രംഗം തകർന്നടിയുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് പോകുവാൻ ഗൾഫ് രാജ്യങ്ങൾ ഒരിക്കലും താല്പര്യപ്പെടുകയില്ല. കാരണം ട്രംപിനുൾപ്പെടെ പ്രത്യേകിച്ചും വ്യാപാര പദ്ധതികളുള്ള മേഖല കൂടിയാണ് ഗൾഫ്. അതുകൊണ്ട് ഇത് സുദീർഘമായി പോയി കഴിഞ്ഞാൽ അതിന്റെ ബുദ്ധിമുട്ട് ഇവരെല്ലാവരും ഒരുപോലെ അനുഭവിക്കും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, യുഎസിന്റെ വലിയ തോതിലുള്ള സുരക്ഷാ വിന്യാസം ഈ മേഖലയിലുണ്ട്. അതിനുശേഷമാണ് ആക്രമണം നടക്കുന്നത് എന്നാണ് പറഞ്ഞത്. പക്ഷേ കഴിഞ്ഞ മണിക്കൂറുകളിൽ, കഴിഞ്ഞ മിനിറ്റുകളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന GCC മേഖലയിലെ ചിത്രം അതല്ല. ബഹ്റൈനിൽ ഉൾപ്പെടെ ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന മേഖലയിലേക്ക് ആക്രമണം എത്തുന്നു, ഡ്രോൺ എത്തുന്നു. കുവൈത്തിലെ വിമാനത്താവളത്തിൽ ഡ്രോൺ നേരിട്ട് പതിക്കുന്നു. ഇങ്ങനെ സിവിലിയൻ മേഖലയിലേക്ക് ആക്രമണം പതിയെ പതിയെ ഇറാന്റെ ഭാഗത്തു നിന്നും തിരിച്ചടി എന്നോണം എത്തുകയാണ്. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രത്യാഘാതം എന്ന് പറയുന്നത് ഇസ്രായേൽ ഈ പറയുന്ന മേഖലയിൽ നേരത്തെ അവർ പ്രതിരോധം സജ്ജമാക്കി എന്ന് പറയുന്ന ഈ പ്രതിരോധ സംവിധാനങ്ങൾ പാളുന്നു, അത് പൊളിയുന്നു എന്നതാണ് നിലവിൽ നമ്മൾ ഈ GCC മേഖലയിൽ നിന്നും കാണുന്ന ചിത്രം. കാരണം ജനങ്ങൾ ഭയചകിതരാകുന്നു. ഇതിന്റെ ഒരു പ്രത്യാഘാതം നേരത്തെ പറഞ്ഞതുപോലെ വരും മണിക്കൂറുകളിൽ വിപണിയിൽ ഉണ്ടാകും. സ്വാഭാവികമായിട്ടും ഗൾഫ് രാജ്യങ്ങൾ അടിയന്തരമായി യുഎസുമായി സംസാരിച്ച് വെടിനിർത്തലിലേക്കോ മറ്റോ പോകണമെന്നുള്ളതാണ് ഇപ്പോൾ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇത് പരസ്യമായി അവർ ഇതുവരെ ആവശ്യപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളത് വ്യക്തമല്ല. അതേസമയം ഗൾഫ് രാജ്യങ്ങൾ പരസ്പരം സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. പ്രശ്നം, സംഘർഷം രൂക്ഷമാക്കാത്ത സ്ഥിതിയിലേക്ക് പോകണമെന്ന് അവർ ആവശ്യപ്പെടുകയും ചെയ്യുന്നുണ്ട്. ഏതായിരുന്നാലും സ്ട്രൈറ്റ് ഓഫ് ഹോർമൂസ് അടച്ചു കഴിഞ്ഞാൽ അത് ബാധിക്കാൻ പോകുന്നത് മലയാളികളുടെ അടുക്കളയിലേക്ക് കൂടിയായിരിക്കും എന്നുള്ളതാണ് അതിൽ മനസ്സിലാക്കേണ്ടത്. നിലവിലുള്ള ഈ മണിക്കൂറുകളിലെ ചിത്രം അനുസരിച്ച് സ്ട്രൈറ്റ് ഓഫ് ഹോർമൂസ് വഴിയുള്ള ചരക്കു നീക്കങ്ങളിൽ അത് ബാധിച്ചിട്ടുണ്ട്. അവിടെയുള്ള കപ്പലുകളുടെ നീക്കത്തിൽ, ചരക്കു വെസലുകളുടെ നീക്കത്തിലെല്ലാം തന്നെ കുറവ് വന്നിട്ടുണ്ട്. അവ സൗദി അറേബ്യയുടെയും ഒമാന്റെയും എല്ലാം ഭാഗത്തേക്ക് പതിയെ അടുപ്പിച്ച് നിർത്തുന്നതായി കാണാം. കാരണം ഈ കപ്പലുകൾ അവിടെ തങ്ങി നിന്നു കഴിഞ്ഞാൽ ഈ രാജ്യങ്ങളിലേക്കുള്ള ഭക്ഷ്യവസ്തുക്കൾ, ചരക്കു വസ്തുക്കൾ, ഇതിന്റെ എല്ലാം തന്നെ നീക്കങ്ങളെ ബാധിക്കും. ഏതായിരുന്നാലും അത്ര സുഖകരമായ സ്ഥിതിയിലേക്കല്ല ഈ മണിക്കൂർ പോകുന്നത്. ഇന്നത്തെ രാത്രി നിർണായകമാണ്. ഇസ്രായേലും യുഎസും ഒരുപോലെ ഇറാനെതിരെ ആക്രമണം തുടരുന്നതാണ് ഘട്ടമെങ്കിൽ ഗൾഫ് രാജ്യങ്ങൾക്ക് സ്വാഭാവികമായിട്ടും പേടിക്കേണ്ട സ്ഥിതിയുണ്ടാകും. അതുകൊണ്ട് എന്തൊക്കെയായിരിക്കും ഇനി വരും മണിക്കൂറിൽ നടക്കാൻ പോകുന്ന നയതന്ത്ര നീക്കങ്ങൾ എന്നുള്ളത് തന്നെയാണ് പ്രധാനം. ജീന, അഫ്താബ്, ഏതായാലും ദയവായി തുടരുക. നിരവധി വിവരങ്ങൾ ഇനിയും അറിയേണ്ടതുണ്ട്. അഫ്താബ് സൂചിപ്പിച്ചതുപോലെ തന്നെ ആശങ്കയിലാണ് ജനങ്ങൾ. ഇന്നത്തെ ഈ രാത്രി അതിനിർണായകമാണ്. ഏതെങ്കിലും രീതിയിൽ ചർച്ച ചെയ്ത ഈ യുദ്ധം അവസാനിപ്പിക്കാൻ കഴിയുമോ, ഏതെങ്കിലും തരത്തിലുള്ള ഇടപെടൽ നടത്താൻ കഴിയുമോ എന്നതാണ് ഗൾഫ് രാജ്യങ്ങളും